സ്നേഹമുള്ളവരെ, നേതൃത്വം ഒരു കലയാണ്. നല്ല നേതാക്കന്മാർ അസംഘടിതമായിട്ടുള്ള ജനങ്ങളെ സംഘടിതമായി ഒരുമിച്ച് നിർത്തി ഒരു വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നവരാണ്. നേതാക്കന്മാർ ഒരിക്കലും തങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്നവർ ആകരുത്. ലക്ഷ്യത്തിനും ആളുകൾക്കും ഇടയിൽ നിൽക്കുന്ന മധ്യവർത്തികളാണ് നല്ല നേതാക്കന്മാർ. അതുകൂടാതെ നല്ല നേതാക്കന്മാർ വ്യക്തമായിട്ടുള്ള നിലപാടുകളുള്ളവരായിരിക്കണം. അവർ ആർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നുവോ, ആരെ പ്രതിനിധീകരിക്കുന്നുവോ, ആ സമൂഹത്തിൻ്റെ നന്മയും അവരുടെ ഐക്യവും അവരുടെ അഭിവൃദ്ധിയുമായിരിക്കണം നേതാക്കന്മാരുടെ നിലപാടുകളുടെ അടിസ്ഥാനം. ഒരിക്കലും ബാഹ്യമായിട്ടുള്ള ശക്തികളുടെ സമ്മർദ്ദങ്ങളിൽ അടിക്കടി നിലപാട് മാറ്റുന്നവർ നേതൃത്വത്തിന് യോഗ്യരല്ല. മോശ ഇസ്രായേൽക്കാരെ ഒരു നല്ല നേതാവ് എന്നുള്ള നിലയിൽ കാനാൻ ദേശത്തേക്ക് നയിച്ചു. ജനത്തിൻ്റെയും കാനാൻ ദേശത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ സ്വപ്നത്തിൻ്റെയും ഇടയിൽ നിന്നിട്ട് തൻ്റെ ശക്തി ഇല്ലായ്മ, അത് തൻ്റെ ബലഹീനത ദൈവത്തിൻ്റെ ശക്തിയായിട്ട് മനുഷ്യരുടെ മുൻപിൽ അവതരിപ്പിച്ച് ദൈവത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട്, ആ ദൈവം തരുന്ന കാനാൻ ദേശത്തെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് മോശ നയിച്ചത്. യേശു അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ തൻ്റെ സഭ സ്ഥാപിക്കുമ്പോൾ നല്ല ഒരു നേതൃത്വത്തെ സ്വപ്നം കണ്ടു. ഈ നല്ല നേതൃത്വത്തെ അവിടുന്ന് തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു. എങ്ങനെയായിരുന്നു അത്? ഈ 12 ശിഷ്യന്മാരെ പലതര സ്വഭാവ രീതികളുള്ള, പല കഴിവുകളുള്ള ഈ 12 പേരെ തിരഞ്ഞെടുത്തു. 12 പേരെയും ആദ്യം ബോധ്യപ്പെടുത്തിയത് അവരുടെ ബലഹീനതകളെ പറ്റിയിട്ടായിരുന്നു. പത്രോസ് യേശുവിനെ തള്ളിപ്പറയാൻ വേണ്ടിയിട്ട് അനുവദിച്ചത് അവൻ്റെ ബലഹീനത അവൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. തോമസ് ലൈഹ യേശുവിനെ ഉയർപ്പ് ഒരുപക്ഷെ അവിശ്വസിച്ചത് അവൻ്റെ അവിശ്വാസത്തെ സംബന്ധിച്ച് ആ ബലഹീനതയെ പറ്റി അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ 11 പേരും യേശുവിൻ്റെ പീഡാസഹന വേളയിൽ ഇല്ലാതെ പോയത് അത് അവരത്രേ ഉള്ളൂ എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ബലഹീനതയെ ബോധ്യപ്പെടുത്തതിന് ശേഷം യേശു ചെയ്ത കാര്യം, അവരെ കൂടെ നിർത്തി ബലമുള്ളവരാക്കി എങ്ങനെ അവർക്ക് ബലം പകരാമെന്ന് അവരെ കൊണ്ട് തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഇത് യേശു പത്രോസിനോട് ചോദിക്കുക. പത്രോസിനെ മുഴുവൻ അറിയാവുന്ന, ഒരുപക്ഷെ പത്രോസിന് യേശുവിൻ്റെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ വയ്യാത്ത തരത്തിൽ ജാള്യതയുള്ള ഈ പത്രോസിനെ യേശു അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എല്ലാവരെക്കാളും ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസിന് ആ ചോദ്യത്തിൻ്റെ ഉത്തരം തല ഉയർത്തിപ്പിടിച്ച് പറയാൻ പറ്റില്ല. കാരണം 3 പ്രാവശ്യം പത്രോസ് യേശുവിനെ തള്ളി പറയുന്നതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈശോ 3 പ്രാവശ്യം ചോദിക്കും, യോനായുടെ പുത്രനായ ശിമോനെ, എല്ലാവരെക്കാളും ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആദ്യമേ തന്നെ പത്രോസ് പറയും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈശോ പറയും, എൻ്റെ ആടുകളെ മേയ്ക്കുക. ആടുകളെ മേയ്ക്കാൻ എളുപ്പമാണ്. 2ാമത്തെ പ്രാവശ്യം ഈശോ ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ പറയും, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ആടുകളെക്കാളും കുറച്ചുകൂടി മേയ്ക്കാൻ ബുദ്ധിമുട്ടാണ് കുഞ്ഞാടുകൾ, കുറച്ചുകൂടി അവർ ബലഹീനരാണ്. 3ാമത്തെ പ്രാവശ്യം ഈശോ മറുപടി പറയുന്നത്, നീ എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക എന്നാണ് വിശുദ്ധ ബൈബിൾ പ്രകാരം. വീണ്ടും ഈ സ്ത്രീകളെ മേയ്ക്കുക, പെണ്ണാടുകളെ മേയ്ക്കുക കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കണം, അവർ കുറച്ചുകൂടി ബലഹീനരാണ് എന്ന് ആദിമ സംസ്കാരത്തിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. സ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ അറിഞ്ഞ് ഒരു പുരുഷനെ അവരെ നയിക്കുക എന്നുള്ളത് ഒരു പക്ഷേ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമായിരിക്കില്ല. യേശു തൻ്റെ ജീവിതകാലത്ത് സ്ത്രീകളോടും കുട്ടികളോടും പ്രത്യേകമായിട്ടുള്ള ഒരു കരുതലും കരുണയും കാണിച്ചിരുന്നെന്ന് നമുക്കറിയാം. ഇവിടെ യേശു ഉപയോഗിക്കുന്ന ഒരു തന്ത്രം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ തിരിച്ചു സ്നേഹിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും പറയേണ്ടത്. പക്ഷേ യേശു പത്രോസിനോട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ, എന്നാൽ ഞാൻ നിന്നെയും സ്നേഹിക്കുന്നു, ഐ ലവ് യു, ഐ ടു ലവ് യു, അതല്ല ഈശോ പറയുന്നത്. പിന്നെയോ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ എന്നെ സ്നേഹിക്കുന്ന വേറെ കുറച്ച് പേരുണ്ട്,
അവരെ നീ മേയ്ക്കണം. അതായത് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു സമ്മാനം തരും. ഈ സമ്മാനം എന്നുള്ളത് എന്നെ സ്നേഹിക്കുന്നവരാണ് ഈ സമ്മാനം. സ്നേഹത്തിൽ ഒരു ട്രസ്റ്റ് അടങ്ങിയിട്ടുണ്ട്. നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ആളുകൾ ഇവരൊക്കെയാണ്, ഇവരെ നീ നയിക്കണം. അതായത് സ്നേഹം, സഭയിലെ സ്നേഹം, കുടുംബത്തിലെ സ്നേഹം 2 പേര് തമ്മിലുള്ളതല്ല, 3 പേര് കൂടുന്നതാണ് അവിടുത്തെ സ്നേഹം. അവിടെ സഭയിലാണെങ്കിൽ മാർപ്പാപ്പ, ആദ്യത്തെ മാർപ്പാപ്പയായിട്ടുള്ള പത്രോസ് യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോ പറയും, എന്നെ സ്നേഹിക്കുകയും ഞാൻ ആർക്ക് വേണ്ടിയിട്ട് ജീവൻ അർപ്പിക്കുകയും ചെയ്തുവോ ആ ദൈവജനത്തെ ഇതാ ഞാൻ നിനക്ക് തരികയാണ്. അതുകൊണ്ട് തന്നെ അവരെന്നെ സ്നേഹിക്കുകയും ഞാൻ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ട്, നീ എന്നെ സ്നേഹിക്കുക എന്നുള്ളത് കൊണ്ട്, ഞാൻ നിന്നെയും സ്നേഹിക്കുന്നത് കൊണ്ട് ഇതാ നമ്മൾ 3 പേര് തമ്മിൽ ഒരു വലിയ ബന്ധം ഉണ്ടാവുകയാണ്. നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഭയെ ഞാൻ നിനക്ക് തരികയാണ്. ഒരു മെത്രാനോടും ഇത് തന്നെയാണ് ഈശോ പറയുന്നത്. ഇതാ മെത്രാൻ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇതാ ഈ രൂപതയെ ഞാൻ നിനക്ക് തരികയാണ്. അത് തന്നെയാണ് ഒരു ഇടവക വികാരിയോടും പറയുന്നത്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എന്നെ സ്നേഹിക്കുന്ന ഈ ഇടവക ജനത്തെ നിനക്ക് ഞാൻ തരികയാണ്. അത് ഏറ്റവും കൂടുതൽ അർത്ഥവത്താകുന്നത് കുടുംബജീവിതത്തിലാണ് താനും. ഒരു പുരുഷനോട് ഈശോ ചോദിക്കും, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ സ്നേഹിക്കുന്ന ഈ പെൺകുട്ടിയെ നിന്റെ കയ്യിൽ തരിക, നിന്നെ വിശ്വസിച്ച് ഞാൻ ഏൽപ്പിക്കുകയാണ്. അത് നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, ഇവളും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും ഞാൻ ഇവളെ സ്നേഹിക്കുന്നത് കൊണ്ടും ഇതാ ഞാൻ ഇവളെ നിന്റെ കയ്യിലേക്ക് തരികയാണ്. യേശുവും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേർന്നുള്ള സ്നേഹക്കൂട്ടായ്മ അങ്ങനെയാണ് വിവാഹമൊരു കൂദാശയാവുന്നത്, സഭയൊരു കൂദാശയാവുന്നത് അങ്ങനെയാണ്. ഇവിടെ പരസ്പരം സ്നേഹത്തിൻ്റെ കണ്ണുകൾ മുറിയുമ്പോഴാണ് ഈ അധികാരം അതൊരു ബലപ്രയോഗത്തിലേക്ക് പോകുന്നത്. സ്നേഹത്തിൻ്റെ കണ്ണുകൾ പൊട്ടിപ്പോകുമ്പോഴാണ്. ഈ സ്നേഹത്തിൻ്റെ കണ്ണുകൾ ഒരേപോലെ ബലമുള്ളതായിട്ട് നിൽക്കുമ്പോൾ അവിടെ അധികാര പ്രയോഗത്തെക്കാൾ കൂടുതലായിട്ട് അവിടെ ഉണ്ടാകുന്നത് ഒരു പരിഗണനയും അവിടെ ഉണ്ടാകുന്ന ശുശ്രൂഷയുമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകരുത്, നിങ്ങൾ ശുശ്രൂഷകരായിരിക്കണം എന്ന് പറയുന്നത് അവിടെയാണ്. അതിനാൽ തന്നെ സ്നേഹമുള്ളവരെ, സഭ എന്ന് പറയുന്നത് യേശുവിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടം, യേശു സ്നേഹിക്കുന്നവരുടെ കൂട്ടം. അതിനകത്ത് തന്നെ കുറച്ച് പേരെ അവൻ കൂടുതൽ സ്നേഹിക്കുകയും ആ കൂടുതൽ സ്നേഹിക്കുന്നവരെ വിളിച്ച് ഈ ഞാൻ സ്നേഹിക്കുന്ന ആളുകളെ നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു തരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഈ തരത്തിലുള്ള ബന്ധം, ഇതാണ് സഭയെന്ന് പറയുന്നത്, ഇതാണ് ക്രൈസ്തവ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും കെട്ടുറപ്പുണ്ടാകണമെങ്കിൽ അധികാരത്തിൻ്റെ കെട്ടുറപ്പല്ല നമുക്ക് വേണ്ടത്, പിന്നെയോ സ്നേഹത്തിൻ്റെ കെട്ടുറപ്പാണ് സഭയിൽ ഉണ്ടാകേണ്ടത്. ഈ ദിവസം എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.